ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു അറസ്റ്റിൽ. മുരാരി ബാബുവിനെ ഇന്നലെ അർദ്ധരാത്രിയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. ആർ അനന്തകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനന്തനിലേക്ക് പോകാം. അനന്തൻ, മുരാരി ബാബു കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. ഈ കേസിലെ മുഴുവൻ ഇടപാടുകളിൽ ഏറ്റവും ദുരൂഹമായ ഒരു പ്രാതിനിധ്യമുള്ള ആളാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. മുരാരി ബാബുവിലൂടെ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട് പോറ്റി എന്ന ചോദ്യത്തിന് അവസാനമാവുകയാണ്. മുരാരി ബാബു കസ്റ്റഡിയിലായിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. മറ്റു വിശദാംശങ്ങൾ മധു, ശബരിമല സ്വർണ്ണക്കൊള്ള, പ്രത്യേകിച്ച് ദ്വാരപാലക കവചങ്ങളിലെ തങ്കം പൊതിഞ്ഞ ദ്വാരപാലക കവചങ്ങൾ കൊള്ളയടിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ എഫ്ഐആറിൽ മുരാരി ബാബു രണ്ടാം പ്രതിയാണ്. ഇയാൾ ഈ കവചങ്ങൾ കൊള്ളയടിക്കുന്ന കാലത്ത് 2019 ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അതിനുശേഷം 2025 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടും ഇരുന്ന സമയത്താണ് ഈ കൊള്ളകളെല്ലാം നടക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണക്കൊള്ള നടത്താനുള്ള എല്ലാ ഒത്താശകളും, പ്രത്യേകിച്ച് തങ്കം ചെമ്പാക്കുന്ന വിദ്യ പ്രയോഗിച്ചത് മുരാരി ബാബുവാണ്. അപ്പോൾ മുരാരി ബാബുവാണ് ഇതിന്റെ ഗൂഢാലോചനയിലേക്കും സ്വർണ്ണ തട്ടിപ്പ് സംഘത്തിലേക്കും തുറക്കാനുള്ള അടുത്ത പാളി. അപ്പോൾ അതിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട്ടിൽ നിന്ന് അയാളെ കസ്റ്റഡിയിൽ എടുത്തത്. അതിനുശേഷം നേരെ തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാത്രി മുഴുവൻ കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതിന് ശേഷം മുഴുവൻ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി റാന്നി കോടതിയിൽ ഹാജരാക്കാനുള്ള എഴുത്ത് വട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നത്. അതിന് ഒപ്പം തന്നെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ചോദ്യാവലികൾ അന്വേഷണ സംഘം തയ്യാറാക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതായാലും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു അറസ്റ്റാണ്. ഈ അറസ്റ്റിന് മുൻപ് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാൻ പല ന്യായങ്ങളുണ്ട്. താൻ ഇത് കട്ടുകൊണ്ടുപോയത് അതൊക്കെ അല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുരാരി ബാബുവിന് സ്വാഭാവികമായും ഔദ്യോഗിക പദവിയിൽ ഇരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒറ്റയ്ക്ക് ഇത് എങ്ങനെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. എങ്ങനെ, ആരുടെയൊക്കെ സഹായം എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും മറുപടിയും പറയേണ്ടി വരും. മധു, ഇതിൽ ഉന്നത തല ഗൂഢാലോചനയുണ്ട് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് അതിനു വേണ്ടുന്ന ഹൈക്കോടതിയുടെ പൂർണ്ണമായൊരു പിന്തുണ SITക്ക് ആവശ്യമായിരുന്നു. അതിനുള്ള നടപടിക്രമമാണ് കഴിഞ്ഞ ദിവസം SIT ഹൈക്കോടതിയിൽ നടപ്പാക്കിയത്. അവിടെ അടച്ചിട്ട കോടതിയിൽ രഹസ്യമായി കോടതിയോട് അന്വേഷണ സംഘത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും മുരാരി ബാബുവിന് മുകളിലുള്ള ഉന്നത ഗൂഢാലോചനയെക്കുറിച്ചും ഉന്നതരുടെ ഇടപെടലിനെ കുറിച്ചും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആക്കിയതും. അതിനുശേഷം കോടതി ഇറക്കിയ ഉത്തരവിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. 2019 നടന്നത് സ്വർണ്ണക്കൊള്ള, 2025 നടന്നത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള നടപടികൾ. അതിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പങ്കുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അപ്പോൾ രണ്ട് കാലത്തെയും ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തി ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി ആ ഉത്തരവിലൂടെ പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുരാരി ബാബുവിലേക്ക് എത്തുമ്പോൾ ആ വലിയ ശക്തിയിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. അതിലേക്ക് പോകും മുമ്പ് കൃത്യമായി ഹൈക്കോടതിയുടെ ഒരു പിന്തുണ ഈ അന്വേഷണ സംഘത്തിന് ആവശ്യമായിരുന്നു. കാരണം ഉന്നതരിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഇടപെടലുകൾ പല ഭാഗത്തു നിന്നുണ്ടാകും. അത് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിലപാടായിരുന്നു SITക്ക്. ഏതായാലും ആ ഒരു പിന്തുണ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ ഈ SIT മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത മണിക്കൂറിൽ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ SIT തീരുമാനിച്ചിരിക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും, ഇന്ന് പുലർച്ചയ്ക്ക് മുൻപ് എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ വാർത്ത നൽകിയത്. 3 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. 6 ആഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഇതുവരെ ദേവസ്വം ബോർഡിനെ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. മാധു, ഈ അന്വേഷണം 2 ആഴ്ച പിന്നിട്ടു SITയുടെ. അതിനു മുൻപ് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി. അതിനകത്ത് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഏകദേശ രൂപം വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ മോഷ്ടിച്ചെടുത്ത സ്വർണം എന്ത് ചെയ്തു, അതെങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. മാത്രമല്ല, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരാത്തത് വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു, ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ അതീവ രഹസ്യമായിട്ട് തന്നെയാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ കോടതി നടപടികളും അതീവ രഹസ്യമായിട്ടാണ്. പക്ഷേ അപ്പോഴും ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ തന്നെ കോടതി നടപടിയിലും ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ അടച്ചിട്ട കോടതിയിൽ ഇത്തരം നടപടികൾ നടക്കുമ്പോൾ ഇതിനൊരു സുതാര്യതയെ സംശയിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് കാര്യങ്ങൾ മറച്ചുവെക്കുന്നത് എന്നുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഈ അടുത്തിടയ്ക്ക് ഇതുപോലെ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടി നടത്തിയ ഒരു കേസ്, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ കേസുകളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട FIRകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും അതിനുവേണ്ടി ഒരു SITയെ ഹൈക്കോടതി
തന്നെ നിയോഗിച്ചിരുന്നു. പക്ഷേ അല്ലെങ്കിൽ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത SIT ആണ്. പക്ഷേ അതിനകത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അതീവ രഹസ്യ സ്വഭാവം വേണം എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഒരു വിവരം പോലും പുറത്തു വരാത്ത രീതിയിൽ, അതിനകത്തെ പേരുകൾ പുറത്തു വരാത്ത രീതിയിലാണ് അതിൻ്റെ നടപടികൾ പോയത്. പക്ഷേ ഒടുവിൽ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരം ചില നടപടികൾ ഇതിനും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ രഹസ്യ സ്വഭാവം എന്തിനാണ് എന്നുള്ളൊരു സംശയം പല കോണുകളിൽ നിന്നും അതുകൊണ്ട് തന്നെയാണ് ഉയരുകയും ചെയ്യുന്നത്. പക്ഷേ അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ഹൈക്കോടതി പൂർണ്ണമായ നിയന്ത്രണം SITക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഉദ്യോഗസ്ഥരെ തന്നെ കണ്ടെത്തിയത് ഹൈക്കോടതിയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നീതി ഉണ്ടാകും എന്ന് അയ്യപ്പ ഭക്തർ വിചാരിക്കുന്നുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളൊരു ആശങ്ക ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ഹൈക്കോടതി ഇതിനകത്ത് ലാർജർ കോൺസ്പിറസി ഉണ്ട് എന്നുള്ളൊരു നിരീക്ഷണം നടത്തുകയും അതിലേക്ക് അന്വേഷണം കർശനമായി പോകണം എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെക്കുകയും അതിനുവേണ്ടി ഒരു പ്രത്യേക ഉത്തരവ് തന്നെ അതിൽ എന്തൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, അതിലെന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് വിശദമായ ഒരു ഉത്തരവ് തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലും അതിനുശേഷം SITയുടെ പരാമർശങ്ങളും ഒക്കെ കൃത്യമായി വ്യക്തമായി പറയുന്ന ഒരു പങ്കാണ് മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ആ ഒരു അറസ്റ്റ്, അയാളെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന കാര്യം എത്രത്തോളം നിർണായകമാണ്? കൃത്യമായി പറയുന്നുണ്ട്, ചെമ്പാക്കിയ സാങ്കേതികവിദ്യ ആദ്യം പ്രയോഗിച്ചത് മുരാരി ബാബു ആണ് എന്ന്. മാധു, ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ 2004 മുതൽ കീഴ്ശാന്തിയുടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്തുണ്ട്. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കി. മാത്രമല്ല ശബരിമല ശ്രീകോവിൽ 1998 തങ്കം പൊതിഞ്ഞതാണ് എന്നുള്ള ഉത്തമ ബോധ്യം അയാൾക്കുണ്ടായി. അതിനുശേഷം 2017 തൊട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണം മോഷ്ടിക്കാനുള്ള ഗൂഢാലോചന നടത്തി എന്നാണ് ഈ രണ്ട് അന്വേഷണ ഏജൻസികളും ഏതാണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥരും ഭാഗവാക്കായി എന്ന് പറയുമ്പോൾ എന്താണ് ഈ സ്വർണം തട്ടിയെടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് അതിൻ്റെ ഉത്തരം ഇതുവരെയും വന്നിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ വാതിലും തങ്കം പൊതിഞ്ഞ വാതിലും ഒരുപക്ഷെ ഈ ദ്വാരപാലക കവചങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വർണ്ണമുള്ള വാതിലും കട്ടളപ്പാളിയും അവിടെ നിന്ന് കൊണ്ടുപോവുകയും അതിൻ്റെ സ്പോൺസറാണ് എന്ന മട്ടിൽ പുതിയൊരു വാതിലും കട്ടളയും അവിടെ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ പഴയ വാതിൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരമില്ല. അത് സ്ട്രോങ് റൂമിലുണ്ട് എന്നുള്ള ചില അശരീരികൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അതിനുശേഷം തൊട്ടു പിന്നാലെ അതിൻ്റെ തൊട്ടടുത്ത മാസങ്ങളിലാണ് ഈ ദ്വാരപാലക കവചങ്ങൾ കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോയതിന് ശേഷം ഹൈദരാബാദിൽ 39 ദിവസം വെച്ചിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഹൈദരാബാദിൽ നാഗേഷ് എന്ന് പറയുന്ന ചെമ്പ് പണിക്കാരന് അത് ആ പാളികൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയായിരുന്നു എന്നതിൻ്റെ ഉത്തരമില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വരുമ്പോൾ ഞങ്ങളത് ഉരുക്കി അതിൻ്റെ സ്വർണം വേർപെടുത്തിയെടുത്തു എന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ വേർപെടുത്തി 1.5 കിലോ സ്വർണം എടുത്താൽ 2019 അതിൻ്റെ മാർക്കറ്റിൽ കിട്ടുന്ന വില അനുസരിച്ച് ഈ വലിയ ഗൂഢസംഘത്തിന് വീതിച്ചെടുക്കാൻ അത് പര്യാപ്തമാണോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ പാളി ഭക്തിയുടെ മാർക്കറ്റിൽ വലിയ കച്ചവടം നടത്തിയോ? കൂടുതൽ കവചങ്ങളും ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിൽ പൊതിഞ്ഞിരിക്കുന്ന 20 വർഷത്തോളം പൊതിഞ്ഞിരിക്കുന്ന അയ്യപ്പ സന്നിധിയുടെ പവിത്രമായ ഉരുപ്പടികൾ ഇളക്കിക്കൊണ്ടുപോയി ആ ഭക്തിയുടെ മാർക്കറ്റിൽ വിൽക്കാനുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇതുവരെയും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ആകെ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയി മുരാരി ബാബു അത് ചെമ്പാക്കി കൊടുത്തു എന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ മുരാരി ബാബുവിൽ നിന്ന് ഇനി ഉന്നതങ്ങളിലേക്ക് പോകാനുള്ള സ്കോപ്പ് ഉണ്ടോ? അതിനാണ് ഇനി നമുക്ക് ഉത്തരം വേണ്ടുന്നത്. പക്ഷേ ഈ ഹൈക്കോടതിയിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും ഒക്കെ പുറത്തു വന്നു. പക്ഷേ നടപടികൾ നടക്കുന്നത് അടച്ചിട്ട കോടതിയിലാണ്. അപ്പോൾ ഈ പുറത്തു വരുന്ന രേഖകൾക്ക് അപ്പുറം, അതായത് പൊതുരേഖയായി മാറുന്നതിന് ആ രേഖയിലെ വിവരങ്ങൾക്കപ്പുറം മറ്റെന്ത് കാര്യമാണ് SIT കോടതിയോട് പറയുന്നത്? അപ്പോൾ അതിൽ എന്തെങ്കിലും പൊരുളുണ്ടോ? അത് നമുക്ക് കേട്ടുകൂടാത്ത, അതല്ലെങ്കിൽ അത് പുറത്തു വന്നാൽ രക്ഷപ്പെടാൻ തക്ക അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആരുടെങ്കിലും പേരുകളാണോ? അപ്പോൾ ആ കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. ആ കാര്യങ്ങളാണ് സസ്പെൻസ് ആയിട്ട് തുടരുന്നത്. അതിലാണ് ഇനി ഉത്തരങ്ങൾ വേണ്ടുന്നത്. വ്യക്തതയും വേണ്ടത്. ആനന്ദകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ആദ്യമായ ഒരു സർക്കാർ രേഖയിൽ സ്വർണം പതിപ്പിച്ച പാളികൾക്ക് ചെമ്പ് പാളികൾ എന്ന് എഴുതി ചേർത്തത് മുരാരി ബാബുവാണ്. പിന്നീട് ഒരു വലിയ തുടർച്ചയാണ്. പിന്നീട് വരുന്ന ആശയവിനിമയങ്ങളിലെല്ലാം മത്സരിച്ച് ചെമ്പ് എന്ന് എഴുതി ചേർക്കുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിന്റെ ഉറവിടം, അതിന്റെ പ്രഭവ കേന്ദ്രം പക്ഷേ മുരാരി ബാബു ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം.